കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നായ പുതുപ്പള്ളി പള്ളി എന്ന സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി 500 വർഷങ്ങൾക്ക് മുമ്പ് 1557 തെക്കൻകൂർ രാജാവിൻ്റെ അനുമതിയോടെ സ്ഥാപിച്ച കുരിശു പള്ളിയായിരുന്നു പുതുപ്പള്ളിയിലെ ആദ്യ പള്ളി. ഈ പള്ളി വാഴക്കുളം ക്ഷേത്രത്തിന് സമീപമായിരുന്നു നിർമ്മിച്ചിരുന്നത്. 1640 പള്ളി ഇന്നിരിക്കുന്ന ഇളന്തുരുത്തി കുന്നിലേക്ക് വിശുദ്ധ ബഹനാൻ സഹദായുടെ നാമധേയത്തിൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടു. 1750 പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ വീണ്ടും കൂദാശ ചെയ്തു. 2003 പ്രധാന പള്ളിയുടെ രൂപത്തിന് കാര്യമായ മാറ്റം വരുത്താതെ നവീകരിച്ചതോടെ ഇത് 3 പള്ളികളുടെ ഒരു കൂട്ടമായി തീർന്നു. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള പ്രധാന പള്ളിയും തൊട്ടുചേർന്ന് ഇരുവശങ്ങളിലായി വിശുദ്ധ മറിയാമിൻ്റെയും വിശുദ്ധ ബഹനാൻ്റെയും നാമത്തിലുള്ള ചാപ്പലുകളും ചേർന്ന് പുനർനിർമ്മിച്ചു. ഈ ദേവാലയ സമുച്ചയത്തിൽ 9 മദ്ബാഹ അൾത്താരയുണ്ട്. പള്ളിയുടെ പ്രധാന മദ്ബാഹ വിശുദ്ധ ഗീവർഗീസിൻ്റെയും ഇരുവശങ്ങളിലുമുള്ളത് തോമസ് ലീഗയുടെയും പരിമല തിരുമേനിയുടെയും നാമങ്ങളിലുള്ളതുമാണ്. പള്ളിയുടെ മുൻഭാഗത്ത് മാർബിൾ കൊത്തിവച്ചിരിക്കുന്ന കാതോലിക്ക ബാവയുടെ ഒരു പ്രഖ്യാപനമാണ് ഈ കാണുന്നത്. 248 സർക്കുലറായി മോറോന്മാർ ബസേലിയസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ 12/10/2006 വിശ്വാസ സഹസ്രങ്ങളെ സാക്ഷി നിർത്തി പരിശുദ്ധ കാതോലിക്ക ബാവ പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് നടത്തിയ പ്രഖ്യാപനത്തിൻ്റെ ലിഖിത രൂപമാണ് ഈ കാണുന്നത്. പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രം എന്ന് അറിയപ്പെടേണ്ടതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സർക്കിളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. 2 വശങ്ങളിലൂടെയും മധ്യഭാഗത്തുകൂടിയും പള്ളിയിൽ പ്രവേശിക്കാവുന്നതാണ്. പുതുപ്പള്ളി പള്ളിയിൽ മാത്രമുള്ള അപൂർവ മാതൃകയുള്ള കുരിശാണ് പുതുപ്പള്ളി കുരിശ് എന്നറിയപ്പെടുന്നത്. കൂർമാകൃതിയിലുള്ള ശില്പഭംഗി കലർന്ന പീഠത്തിലാണ് ഈ കുരിശ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. പുതുപ്പള്ളി കുരിശിൻ്റെ കൈപ്പിടി ഒരു വാളിൻ്റെ പിടിയെ അനുസ്മരിപ്പിക്കുന്നു. ശവസംസ്കാരം നടത്തുന്ന സെല്ലുകളും കുടുംബ കല്ലറകളും പള്ളിയുടെ പിറകുവശത്തായി നമുക്ക് കാണാൻ കഴിയും. പുതുപ്പള്ളി